അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ 27 ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓവർ സർപ്രൈസ് ഒന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ട് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇവിടെയാണ്. പിന്നെ വേറെ ആരെയും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഐറ്റംസൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടാണ് വാങ്ങി തന്നത്. അപ്പോൾ ഞാനത് വാങ്ങിക്കാനും പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതും അറിഞ്ഞിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത്. എന്തായാലും എന്തൊക്കെയാവുമെന്ന് നോക്കാം. എന്തൊക്കെ അവിടെ ഇരിക്കണേ? ഒരു സ്റ്റോപ്പിലിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്. മഴയൊക്കെ മാറി നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇരുട്ടത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജുമ്മി ഇക്കാക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ഒരു സാധനം അവിടെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമർ കൊടുത്താന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ വാങ്ങി ബാഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് അവർ കേക്ക് എനിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാനെ ഞാനൊരു കൊറിയർ വാങ്ങിക്കാൻ ആ സമയത്ത് DTDCയിൽ പറഞ്ഞു അയച്ചിട്ടുണ്ട്. ആ കറക്റ്റ് സമയത്തിന് അവരെനിക്ക് കേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് കേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ ഷോപ്പിലൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഡൗട്ടൊന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് വീട്ടിലേക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇത് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ ആൾ കാണാതെ കേക്കൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജുമി ആ സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വീട്ടിൽ മിനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ട്. പിന്നെ എനിക്ക് ഇതൊക്കെ ഒന്ന് ബൊക്കെയാക്കി സെറ്റ് ചെയ്തെടുക്കണം. മിനി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം മറ്റേത് ഞാൻ ഒറ്റക്കാണെങ്കിൽ മേലെ ആണെങ്കിൽ ആൾ എന്തായാലും കയറി വരും. ഒറ്റക്കല്ല, ഇപ്പോൾ വർക്കൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ കൂടെ ഇരിക്കാനോ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾ വരും. അവളുള്ളതുകൊണ്ട് ഞാൻ ബൊക്കെ സെറ്റാക്കാൻ നിന്നപ്പോഴേക്കും അവൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഫോയിൽ ബലൂണൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റായപ്പോൾ ഞാനിനി ഇത് ഈ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യണോ മറ്റേ റൂമിൽ ഡെക്കറേറ്റ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കട്ടിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആൾ വരുന്ന മുന്നേ എനിക്കൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആൾ ഫ്രഷ് ആവാൻ വേണ്ടി ടോയ്ലറ്റിൽ കയറിയിട്ടാണുള്ളത്. അപ്പോൾ ഇറങ്ങണമെങ്കിൽ എന്തായാലും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ റൂം ഇതേ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എടുക്കട്ടെ, വിളിക്കട്ടെ. എന്തായാലും ബർത്ത്ഡേക്ക് ഇവിടെ കട്ടുവീരുന്ന ചെറിയ കേക്കൊക്കെ കേക്ക് സൂപ്പറാണ്. ആ കേക്ക് കൊടുത്ത് വാങ്ങി. ഓ കേടില്ല ഒന്ന് കെട്ടാ. ഇതൊക്കെ ഇജോടെ ഹാപ്പി ബർത്ത്ഡേ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടല്ലോ. സൂപ്പർ. എപ്പോ ഉണ്ടാക്കി? ഇത് നമ്മളെ ബർത്ത്ഡേ അല്ലേ കഴിഞ്ഞല്ലേ? ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിപ്രാന്തന്മാർക്ക് എന്തായാലും ഹോട്ട് വീൽസ് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പം ഞാൻ അത് തന്നെയാണ് കൊടുത്തത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ റേഞ്ച് റോവർ വന്നീനാ. പിന്നെ ഏതാ റേഞ്ച് റോവറാ? കണ്ണടക്കേ തുറന്നോ? മോനെ ഏതാ വണ്ടി?
എടാ മോനെ ഇത് കിടക്കി സൂപ്പർ. ഇങ്ങോട്ട് നിക്കേ എങ്ങണ്ട് സാധനം എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? ഞാൻ സെലക്ട് ചെയ്താ പോയി. എങ്ങനെ മനസ്സിലായി? ഓന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടത് എനിക്ക് മനസ്സിലായി. ഓന്റെ സ്റ്റിയറിംഗാ ആ കടയിൽ കൊടുത്ത വീഡിയോ ഇട്ടീന്നല്ല. ഞാൻ പൊട്ടന എന്ന് തുടങ്ങിയ കാറാണ്. അപ്പൊ നിങ്ങൾ എന്ത് കാറ് കൊടുത്താവെന്ന് വിചാരിച്ചേ? അല്ല എന്ത് കൊടുത്താവെന്ന് വിചാരിച്ചേ? ഓനാണത് ഗിഫ്റ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് മനസ്സിലായിക്കണേ. എല്ലാം അപ്പൊ എന്തായിരിക്കും വിചാരിച്ചേ? എക്സ്പെക്ട് ചെയ്തിരുന്നാ? പിന്നെ എന്തായാലും ആ സർപ്രൈസ് ഉണ്ടാവുന്ന കുഴപ്പല്ലേ? പക്ഷെ എന്താവുന്ന വിചാരിച്ചിരുന്ന? ഇതാവും വിചാരിച്ചിരുന്നാ? എന്താ എനിക്കെന്താ പോർഷ് എടുക്കാൻ അറിയില്ല. അതിലിങ്ങനെ ഇരിക്കണമെന്നല്ല ഗുമ്മില്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതല്ലേ. എനിക്ക് വേറെ ഒരു ക്ലാസിക് കാറാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഗിഫ്റ്റ് കണ്ട് ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കേക്ക് മെൽറ്റായി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്യാനിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുഞ്ഞ് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ രണ്ടുപേരും ഒരു കുറച്ച് സമയം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതാണ് മെയിനായിട്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. മിനി കേക്ക് ആക്കാനുള്ള മെയിൻ കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോഴും ഇതേപോലെ എന്തായാലും കേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ രണ്ടും വലിയ കേക്കായപ്പോൾ ഒരുപാട് വേസ്റ്റായി പോയി. പിന്നെ ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ ജുമിയാണെങ്കിൽ ഹോസ്റ്റലിലാണ്, അപ്പം ആളും ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് മിനി കേക്ക് തന്നെ എടുത്തത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജുമിക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവളെയും വീഡിയോ കോൾ ചെയ്ത് അവൾ ഏകദേശം കിടക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അവളും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുള്ളൊരു ഫ്രണ്ടിനെ കൊണ്ട് സൺഗ്ലാസ് വാങ്ങിപ്പിച്ചിട്ട് അത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കസ്റ്റമറിനുള്ളതാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ആൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. രണ്ടുപേരും ഞാനായാലും സർപ്രൈസ് കിട്ടിയൊക്കെയായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് സജഷൻസൊക്കെ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.